മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മനോഹരമായ ചരിത്രമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം മനോഹരമാണ്. കരഞ്ഞു പോകും. സാധാരണ ആളല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, സാധാരണ ആളല്ല. ഖബറിനോട് സംസാരിച്ച മനുഷ്യനാ. ഖബർ പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി മരണമടുത്തെന്ന്. തന്റെ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയാവുകയാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ കുളിച്ച് റെഡിയായി കഫം തുണിയുമായി പടച്ചവനെ മരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു റൂമിന്റെ അകത്ത് വന്നു. അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു, ഫാത്തിമ ഇങ്ങടുത്തേക്ക് വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുകയാണ്, വാ ഫാത്തിമ. ഫാത്തിമ യഥാ അടുത്ത് ചെന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ പോകുകയാണ് ഫാത്തിമ, എന്റെ മരണമടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കുകയാണ്, വസിയത്തുകൾ ചെയ്യുകയാണ്, യാത്ര പറയുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ ഫാത്തിമ നിന്ന് കരയുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരം നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. മിണ്ടാതെ നിന്ന് കരഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ എങ്കിൽ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഈ റൂമിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങു ഫാത്തിമ, ഈ റൂമിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങ്, എന്നിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? എന്തിനാ നിങ്ങൾ എന്നെ പുറത്തു പോകാൻ പറയുന്നത്? നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ട സമയമാണ്. എന്തിനാണ് പുറത്തു പോകാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്റെ അതിഥികൾ വരുന്നു, എന്റെ കൂട്ടുകാര് വരുന്നു. നീ വെളിയിലിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ, ഒന്ന് പുറത്തു പോ ഫാത്തിമ. ഭർത്താവിന്റെ വാക്ക് കേട്ടുകൊണ്ട് മനസ്സോടെ വെളിയിലിറങ്ങുകയാണ്. ഫാത്തിമ വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ല പെങ്ങള്. കാരണം തന്റെ ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് വാതിലടച്ചു പുറത്തിറങ്ങാൻ പറഞ്ഞത്. അതാ സമാധാനമില്ല. ചിന്തിക്കുന്ന പടച്ചവനെ ആരാ? അല്ലാ. എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാ? അല്ലാ. എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരാരാ? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. ഖാബിദുൽ അർവാഹിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അവിടുന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാല് വിറയ്ക്കുകയാണ്.